ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ബാക്കി വന്ന നെയ്യിലോട്ട് നമ്മൾ 2 നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലതുപോലൊന്ന് വെന്ത് വരാനുണ്ട്. നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. പോരെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും അതിനെ നന്നായി വഴറ്റിയെടുക്കാം. പഴം നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ തവി കൊണ്ട് ഉടച്ചാൽ ഉടയുന്ന ഒരു പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വയ്ക്കാം. പഴം മാറ്റി വെച്ച ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് 2-3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പൊടിച്ചെടുക്കാം. അത് മാറ്റി വെച്ച ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഏലക്ക കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുണ്ടാക്കുന്ന പലഹാരത്തിന് ഇതൊക്കെയാണ് വേണ്ടുന്നത്. പൊടിയും പഴവും പഞ്ചസാരയും ഏലക്കയൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇളക്കി ചേർത്ത ശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മാവിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര ആയാലും ചേർക്കാം. ഇനി നന്നായി ഇളക്കിയെടുത്ത മാവിനെ ഒരു പാത്രത്തിലോട്ട് നെയ്യ് പുരട്ടിയ ശേഷം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. വറുത്ത് വച്ചിരിക്കുന്ന നട്ട്സ് എല്ലാ ഭാഗത്തും എത്തത്തക്കവണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിനെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവി കയറ്റി വേവിക്കാനായിട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മൂടി വെച്ച് അതിനെ ആവി കയറ്റാം. ഇനി നമുക്ക് വെന്ത പലഹാരത്തിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് തട്ടിക്കൊടുക്കാം. അപ്പോൾ അത് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മറിച്ചെടുക്കാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആകെ ചേർത്തത് ഗോതമ്പ് പൊടിയും നട്ട്സും പഴവുമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കണേ.